നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും നടത്തിയ കരുനീക്കങ്ങളുടെ ഫലമായാണ് കരുവന്നൂർ കള്ളപ്പണ ഇടപാട് കേസിൽ CPM-നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പ്രതി ചേർത്തത്. കരുവന്നൂർ ബാങ്കിൽ നിന്നും തട്ടിയെടുത്ത പണം പാർട്ടി കൈപ്പറ്റിയെന്നും ED കണ്ടെത്തി. CPM-ന്റെയും സ്വകാര്യ വ്യക്തികളുടെയും ഉൾപ്പെടെ 29.5 കോടി രൂപയുടെ സ്വത്തുവകകളും ED കണ്ടുകെട്ടി. ഇനി CPM സംസ്ഥാന നേതാക്കളെ ഉൾപ്പെടെ ED പ്രതി ചേർക്കും. കരുവന്നൂരിൽ CPM തളരുമ്പോൾ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് മുന്നിൽ സല്യൂട്ടടികൾ ഉയരുകയാണ്. കരുവന്നൂർ പ്രതികളെ കാണാൻ CPM ജില്ലാ കമ്മിറ്റി ഓഫീസിലെത്തിയ മുഖ്യമന്ത്രിയും അന്വേഷണ പരിധിയിൽ വന്നേക്കും. CPM-ന്റെ 76 ലക്ഷത്തോളം രൂപയുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടിയവയിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ട്. പാർട്ടിയുടെ 8 അക്കൗണ്ടുകളും പുറത്തുശ്ശേരി പാർട്ടി കമ്മിറ്റി ഓഫീസ് നിർമ്മിക്കാൻ വാങ്ങിയ ഭൂമിയും കണ്ടുകെട്ടിയിട്ടുണ്ട്. തൃശൂർ ജില്ലാ സെക്രട്ടറി എന്ന നിലയിൽ MM വർഗീസിന്റെ പേരിലാണ് സ്വത്തുക്കൾ. CPM-ന്റേതടക്കം 9 പേരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. പ്രതിചേർക്കപ്പെട്ട മറ്റ് വ്യക്തികൾ അനധികൃതമായി ബാങ്കിൽ നിന്നും പണം സമ്പാദിച്ചവരാണ്. രണ്ടാം ഘട്ട കുറ്റപത്രം സമർപ്പിക്കുന്നതിൽ മുമ്പാണ് ഇപ്പോഴത്തെ നടപടി. അതേസമയം സ്വത്ത് മരവിപ്പിച്ചതായുള്ള ഒരു അറിയിപ്പും തനിക്ക് ലഭിച്ചിട്ടില്ല എന്ന് MM വർഗീസ് പ്രതികരിച്ചു. കരുവന്നൂർ കേസിലെ ED നടപടി ന്യായീകരിച്ച് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ രംഗത്തെത്തി. കേസെടുക്കുന്നത് ഭരിക്കുന്ന പാർട്ടിയാണോ എന്ന് നോക്കിയല്ല എന്ന് പറഞ്ഞ ഗവർണർ നടപടി നിയമലംഘനമുള്ളത് കൊണ്ടെന്നും വ്യക്തമാക്കി. ഇന്നലെയാണ് കരുവന്നൂർ കള്ളപ്പണ കേസിൽ ED നിർണായക നടപടി സ്വീകരിച്ചത്. CPM-ന്റെ സ്ഥലം അടക്കം 29 കോടിയുടെ സ്വത്തുക്കൾ ED കണ്ടുകെട്ടിയിട്ടുണ്ട്. CPM തൃശൂർ ജില്ലാ സെക്രട്ടറി MM വർഗീസിന്റെ പേരിലുള്ള പുറത്തുശ്ശേരി പാർട്ടി കമ്മിറ്റി ഓഫീസിന്റെ സ്ഥലവും CPM-ന്റെ 60 ലക്ഷം രൂപയുടെ 8 ബാങ്ക് അക്കൗണ്ടുകൾ അടക്കമാണ് ED പിടിച്ചെടുത്തത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട് 3ാം ഘട്ട സ്വത്ത് മരവിപ്പിക്കലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റേത്. 29 കോടിയുടെ സ്വത്തുക്കളാണ് മരവിപ്പിച്ചത്. കണ്ടുകെട്ടിയതിൽ അധികവും ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് തിരിച്ചടയ്ക്കാത്തവയുടെ സ്വത്തുക്കളാണ്. കരുവന്നൂർ കള്ളപ്പണ ഇടപാടിൽ CPM തൃശൂർ ജില്ലാ നേതൃത്വത്തിന്റെ അറിവും ഇടപാടിൽ പങ്കാളിത്തവും ഉണ്ടായിരുന്നു എന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് പാർട്ടി സ്വത്തുക്കൾ കൂടി മരവിപ്പിക്കുന്നത്. നടപടിയിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടന്നത്. കരുവന്നൂർ ബാങ്കിൽ CPM-ന് രഹസ്യ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നു എന്ന് എൻഫോഴ്സ്മെന്റ് നേരത്തെ കോടതിയെ അറിയിച്ചിരുന്നു. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് വിഷയത്തിൽ CPM പൂർണ്ണമായും ഒറ്റപ്പെട്ട സാഹചര്യത്തിലാണ് സുരേഷ് ഗോപിയെ മോദി തൃശൂരിൽ ഇറക്കി ജയിപ്പിച്ചത്. പാർട്ടിക്കാരായ സാധാരണക്കാർ പോലും CPM-ൽ നിന്ന് അകന്നുവെന്ന് പ്രധാനമന്ത്രി മനസ്സിലാക്കി. തട്ടിപ്പിന്റെ പേരിൽ CPM-ലെ ഭിന്നത രൂക്ഷമായ സാഹചര്യത്തിലാണ് അവസരം സുരേഷ് ഗോപിയിലൂടെ മുതലെടുക്കുകയായിരുന്നു പ്രധാനമന്ത്രി. സുരേഷ് ഗോപിയുടെ പദയാത്ര കൂടി കഴിഞ്ഞതോടെ CPM-ൽ ഒറ്റപ്പെടൽ പൂർണ്ണമായിരുന്നു. പദയാത്രയ്ക്ക് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായ പിന്തുണയും ജനശ്രദ്ധയുമാണ് ലഭിച്ചത്. ഇത് CPM-കാരെ വല്ലാതെ അലോസരപ്പെടുത്തി. കഴിഞ്ഞ 6-7 വർഷമായി കരുവന്നൂർ അഴിമതി പാർട്ടി മൂടിപ്പൊതിഞ്ഞ നേതാക്കളെ സംരക്ഷിച്ചു വരികയായിരുന്നു. ED വന്നതോടുകൂടി സംരക്ഷണം അസാധ്യമായി. അങ്ങനെ പകച്ചു നിൽക്കുമ്പോൾ വന്ന പദയാത്ര പാർട്ടിയുണ്ടാക്കിയ തിരിച്ചടി അത്ര ചെറുതല്ല. എവിടെ നിന്നെങ്കിലും കുറെ പണം കരുവന്നൂരിൽ എത്തിച്ച് കുറെ പേർക്കെങ്കിലും നൽകി തലയൂരാനാണ് ശ്രമം CPM നടത്തിയത്. 50 കോടി പലയിടങ്ങളിൽ നിന്ന് സംഘടിപ്പിക്കാൻ സഹകരണ മന്ത്രി VN വാസവൻ ശ്രമിച്ചു. എന്നാൽ ഗോപി കോട്ടമുറിക്കൽ ഇതിന് തടസ്സം നിന്നു. കേരള ബാങ്കിലെ പണം വകമാറ്റിയാൽ മാറി വരുന്ന സർക്കാർ തന്നെ അകത്താകുമെന്ന ഭയം കോട്ടമുറിക്കലിന് ഉണ്ട്. പണം പോയി തകർന്നവർ പാർട്ടിയെ കൈവെടിയുകയും ചെയ്തു. ഈ വമ്പൻ തട്ടിപ്പ് കണ്ട് ഞെട്ടിത്തരിച്ച മറ്റ് പ്രവർത്തകർക്കും ഇതിൽ അസാമാന്യമായ രോക്ഷമുണ്ട്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ അടക്കമുള്ള നേതാക്കൾ നിത്യേന 3 നേരം നൽകുന്ന പ്രസ്താവനകൾ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ ഇവർക്കാർക്കും സാധിക്കുന്നില്ല. ED ഉപയോഗിച്ച് വേട്ടയാടുകയാണ് എന്ന ആരോപണം പാർട്ടിക്കാർ പോലും വിശ്വസിച്ചിട്ടില്ല. കള്ളൻ പഴയ CPM-കാരനാണ് എന്ന് വരുത്തി കൈയൊഴിക്കാനുള്ള നീക്കവും തകർന്നടിഞ്ഞു. ഈ വിഷയത്തിൽ പാർട്ടി അക്ഷരാർത്ഥത്തിൽ നെടുകെ പിളർന്ന അവസ്ഥയിലാണ്. നേതാക്കളുടെ പ്രതികരണങ്ങൾക്ക് 1 മിനിറ്റ് പോലും ആയുസില്ലാത്ത അവസ്ഥ. ED വന്നതോടുകൂടി ബാങ്കിൽ പ്രശ്നമുണ്ടെന്ന് പാർട്ടി സമ്മതിച്ചു. മാസപ്പടി, സ്വർണ്ണക്കടത്ത് വിവാദങ്ങളെയും ജനങ്ങൾ കരുവന്നൂരിന്റെ പശ്ചാത്തലത്തിലാണ് നോക്കിക്കാണുന്നത്. മാസപ്പടിയും സ്വർണ്ണക്കടത്തും ഉണ്ടായിട്ടില്ല എന്ന് വിശ്വസിച്ചിരുന്ന കടുത്ത പാർട്ടി അണികൾ പോലും അവ നടന്നിട്ടുണ്ടാകാമെന്ന ചിന്തയിലേക്ക് മാറിക്കഴിഞ്ഞു. സഹകരണ മേഖലയിലെ ക്രമക്കേടുകൾക്കെതിരെ പദയാത്ര നടത്തിയതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രി സുരേഷ് ഗോപിയെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ചത്. കരുവന്നൂരിലെ പദയാത്രയിൽ തനിക്ക് രാഷ്ട്രീയമില്ല എന്ന് വ്യക്തമാക്കി കൊണ്ടാണ് സുരേഷ് ഗോപി പദയാത്ര നടത്തിയത്. BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനാണ് പദയാത്ര ഉദ്ഘാടനം ചെയ്തത്. സുരേഷ് ഗോപിയുടെ പദയാത്രയ്ക്ക് ശേഷമുള്ള ഈ സമാപന സമ്മേളനം BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. സഹകരണ മേഖലയിലെ ദുരിതം ബാധിക്കപ്പെട്ടവർ തന്നോടൊപ്പം കൂടിയെന്നും അവരുടെ കണ്ണീരിന്റെ വിലയ്ക്ക് സർക്കാർ മറുപടി പറയേണ്ടി വരുമെന്നും സുരേഷ് ഗോപി പ്രസ്താവനയിൽ അറിയിച്ചു. പാവങ്ങളുടെ പ്രശ്നത്തിൽ പരിഹാരം കണ്ടില്ല എങ്കിൽ നിങ്ങളുടെ ഉറക്കം മാത്രമല്ല കിടക്ക തന്നെ നഷ്ടപ്പെടും. മണിപ്പൂരും UP-യും ഒന്നും നോക്കിയിരിക്കരുത് എന്നും അത് നോക്കാൻ അവിടെ വേറെ ആളുകൾ ഉണ്ട് എന്നും അദ്ദേഹം
പറഞ്ഞു. കേരളത്തിൽ കെ സുരേന്ദ്രൻ ഉൾപ്പെടെയുള്ള ഒരു നേതാക്കൾക്കും സുരേഷ് ഗോപി ഉണ്ടാക്കിയ ചലനം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല. കേരളം കൈവിടാമെന്ന അവസ്ഥയിലെത്തിയപ്പോഴാണ് സുരേഷ് ഗോപി ഉയർന്നു വന്നത്. ഇതാണ് പ്രധാനമന്ത്രിക്ക് ആവേശമായി മാറിയത്. കണ്ണന്താനം ഉൾപ്പെടെയുള്ളവർക്ക് രാജ്യസഭാ അംഗത്വവും മന്ത്രിസ്ഥാനവും നൽകിയിട്ടും അതിന്റെ നേട്ടം പാർട്ടിക്ക് ലഭിച്ചില്ല എന്നാണ് നേതൃത്വത്തിന്റെ പരാതി. ന്യൂനപക്ഷങ്ങളെ ബിജെപിയിലേക്ക് അടുപ്പിക്കാനും കണ്ണന്താനം വഴി കഴിഞ്ഞിട്ടില്ല. നിഷ്പക്ഷ സമൂഹത്തെ പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിയുമെന്നാണ് സുരേഷ് ഗോപിയിൽ ബിജെപിയുടെ പ്രതീക്ഷ. കുമ്മനത്തിന് മന്ത്രിസ്ഥാനം നിഷേധിച്ചത് അദ്ദേഹത്തിനുള്ള സമൂഹ ബന്ധം മനസ്സിലാക്കിയിട്ടാണ്. കുമ്മനം തലസ്ഥാനത്ത് യാതൊരു ചലനവും ഉണ്ടാക്കിയില്ല. അദ്ദേഹത്തിന് ഗവർണർ പദവി പോലും പിന്നീട് നൽകിയില്ല. PC ജോർജും തുഷാർ വെള്ളാപ്പള്ളിയും MP സ്ഥാനത്തിന് ശ്രമിച്ചുവെങ്കിലും അതിനുള്ള അവസരം പാർട്ടി നൽകിയില്ല. വെള്ളാപ്പള്ളിയും ജോർജും BJP നശിപ്പിച്ചു എന്ന ധാരണയിലാണ് പാർട്ടി നേതൃത്വം. പാർട്ടിയുമായി ബന്ധമില്ലാത്തവർക്ക് വലിയ സ്ഥാനമാനങ്ങൾ നൽകുന്നതിനെ പാർട്ടി പലവട്ടം ചോദ്യം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഡൽഹിയിലുള്ള ഉപദേശങ്ങൾ അത്തരം വിമർശനങ്ങളെ തൃണവൽക്കരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അതിന്റെ ഫലം പാർട്ടി ശ്രമിക്കുകയും ശരിക്കും അനുഭവിച്ചിട്ടുമുണ്ട്. MP എന്ന നിലയിൽ സുരേഷ് ഗോപി തിരുവനന്തപുരത്തെ കലിയൂർ പഞ്ചായത്തിനെ ദത്തെടുത്തിരുന്നു. നിരവധി പദ്ധതികളാണ് അദ്ദേഹം ഇവിടെ നടപ്പാക്കിയത്. സംസ്ഥാനത്തെ CPM ഭരിക്കുന്ന സഹകരണ ബാങ്കുകളിലുള്ള നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നതും കേന്ദ്ര സർക്കാരിന്റെ ചാരക്കണ്ണുകൾ പിന്തുടർന്നിട്ടുണ്ട്. കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസിയാണ് വൻതോതിലുള്ള നിക്ഷേപങ്ങളും പിൻവലികളും പരിശോധനയ്ക്ക് എത്തുന്നത്. കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിനെ തുടർന്നാണ് പുതിയ നീക്കം. കോടികളുടെ നിക്ഷേപം സഹകരണ ബാങ്കുകളിൽ സഖാക്കൾക്കുണ്ടെന്നാണ് കേന്ദ്രം കണ്ടെത്തിയിരിക്കുന്നത്. അതിനിടെ AC മൊയ്തീനും PK ബിജുവിനും പിടിവീണതോടുകൂടി കള്ളപ്പണം മറയ്ക്കാനുള്ള വഴി തേടി സഖാക്കൾ നെട്ടോട്ടമോടുന്നു. സംസ്ഥാനത്തെ പ്രാദേശിക സഹകരണ ബാങ്കുകളിൽ പോലും പല സഖാക്കൾക്കും കോടികൾ നിക്ഷേപമുണ്ട്. സഹകരണ ബാങ്കുകളിൽ സഖാക്കൾക്ക് മാത്രമാണ് ജോലി ലഭിച്ചിട്ടുള്ളത്. അതിനാൽ സഖാക്കളുടെ നിക്ഷേപം എല്ലാ കാലത്തും രഹസ്യമായിരിക്കും.